ഹലോ എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് ഹൽദി ട്രെൻഡ്സിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ പണ്ടത്തെ പോലെയുള്ള എല്ലാ വെഡ്ഡിങ്ങിനും ഹൽദി ഫംഗ്ഷൻ ഉണ്ട്. അപ്പം അതിൽ നമ്മൾ പണ്ടൊക്കെയുള്ള കുറച്ച് ട്രെൻഡ്സ് തന്നെയാണ് ഇപ്പോഴും ഫോളോ ചെയ്ത് വരുന്നത്. ട്രെൻഡ് മാറിയ വിവരം പലരും അറിഞ്ഞിട്ടില്ല. അപ്പം നിങ്ങളുടെ കല്യാണമോ അല്ലെങ്കിൽ നിങ്ങളുടെ കസിൻസിൻ്റെയോ റിലേറ്റീവ്സിൻ്റെയോ ഫ്രണ്ട്സിൻ്റെയോ ആരെങ്കിലും വെഡ്ഡിങ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണിത്. ഇപ്പം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന കുറച്ച് ഹൽദി ട്രെൻഡ്സിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ആദ്യം കുറച്ച് പഴയ ട്രെൻഡ്സ് നോക്കാം. ഇതേപോലുള്ള ഫ്ലോറൽ ജ്വല്ലറീസ് ആയിരുന്നു എല്ലാവരും ഹൽദിക്ക് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അധികം ആളുകളും ഇപ്പോഴും ഇതേപോലുള്ള ഫ്ലോറൽ ജ്വല്ലറീസ് തന്നെയാണ് പർച്ചേസ് ചെയ്യുന്നത്. ഇത് തന്നെയാണ് ട്രെൻഡ് എന്നുള്ള വിശ്വാസത്തിൽ. പക്ഷേ ഇപ്പോഴത്തെ ട്രെൻഡ് മറ്റൊന്നാണ്. അതെന്താണെന്ന് നോക്കാം. പുതിയ ട്രെൻഡ് എന്ന് പറയുന്നത് ഷെൽ ജ്വല്ലറീസ് ആണ്. ഇപ്പോൾ വെരി റീസെൻ്റ് ആയിട്ട് ഇപ്പോൾ ആരതിപ്പൊടിയുടെ വെഡ്ഡിങ്ങിലൊക്കെ നമ്മൾ ഷെൽ ജ്വല്ലറീസ് അല്ലെങ്കിൽ ഷെൽ കൊണ്ടുള്ള ആക്സസറീസ് ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇത് തന്നെയാണ് ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുന്നത്. ഫ്ലോറൽ ജ്വല്ലറീസ് ഒന്നും ഇപ്പോൾ ആരും ഹൽദിക്ക് യൂസ് ചെയ്യുന്നില്ല. അപ്പം ഈ ഷെൽ ജ്വല്ലറി പല രീതിയിൽ വരുന്നുണ്ട്. ഹിയറിങ്സ് ആയിട്ട് വരുന്നുണ്ട്, കയ്യിലൊക്കെ ഇടുന്ന ഒരു ആക്സസറീസ് ആയിട്ട് ഇതേപോലെ വരുന്നുണ്ട്, റിങ്സ് വരുന്നുണ്ട്, അതേപോലെ തന്നെ തലയിൽ വെക്കുന്ന ആക്സസറീസ്, നെക്വേഴ്സ്, എല്ലാത്തിലും ഇപ്പം ഈ ഒരു ഷെൽ ജ്വല്ലറീസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതിൽ തന്നെ ഭയങ്കര വെറൈറ്റീസ് ഒക്കെ നമുക്ക് ഓൺലൈനായിട്ട് കിട്ടുന്നുണ്ട്. ഒരു ഡിഫറെൻറ്റ് ലുക്കും ട്രെൻഡി ആയിട്ടുള്ളൊരു ലുക്കുമാണ് ഈ ഷെൽ ജ്വല്ലറീസ് നമുക്ക് തരുന്നത്. അപ്പം നെക്സ്റ്റ് നിങ്ങൾ വാങ്ങുമ്പോൾ ഷെൽ ജ്വല്ലറി തന്നെ ഓപ്റ്റ് ചെയ്യുക. ഇനി നെക്സ്റ്റ് നോക്കാം. ആദ്യമൊക്കെ ഇതേപോലെ ഹൽദിക്ക് ഫ്രീ ആയിട്ടുള്ള ഹെയർ സ്റ്റൈലായിരുന്നു എല്ലാവരും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ വെള്ളം ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആയതുകൊണ്ടോ എന്തുകൊണ്ടോ ഈ ഫ്രീ ഹെയർ സ്റ്റൈൽ എല്ലാവർക്കും ഒരു സ്റ്റൈലായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ട്രെൻഡ് മാറിക്കഴിഞ്ഞു. ഇതേപോലുള്ള ബ്രെയ്ഡഡ് ഹെയർ സ്റ്റൈൽസും അതേപോലെ തന്നെ ബാക്കിൽ ഇങ്ങനെ വേവി ആയിട്ട് കിടക്കുന്ന സിമ്പിൾ ഹെയർ സ്റ്റൈൽസും ഒക്കെയാണ് ഇപ്പം എല്ലാവരും ഓപ്റ്റ് ചെയ്യുന്നത്. കൂടാതെ ഹെയർ ഡെക്കറേഷൻസ്, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഷെല്ല് വെച്ചിട്ടുള്ള ഡെക്കറേഷൻസോ അല്ലെങ്കിൽ ഹെയർ ജ്വല്ലറീസൊക്കെ നമുക്ക് കിട്ടും, ആക്സസറീസ് കിട്ടും. അത് വെച്ചിട്ടുള്ള ഡെക്കറേഷൻസ് ഹെയറിൽ ചെയ്യുന്നത് മിനിമൽ ഹെയർ സ്റ്റൈൽ ആണെങ്കിൽ പോലും ഇതേപോലെ ബട്ടർഫ്ലൈസ്, പേൾസ് ഒക്കെ വെച്ചിട്ട് ഹെയർ എന്തായാലും ഡെക്കറേറ്റ് ചെയ്യുന്ന രീതിയിലുള്ളൊരു ഹെയർ സ്റ്റൈൽ. ഇപ്പോൾ ആദ്യത്തെ പോലെ ഒരുപാട് വെള്ളം എടുത്തിട്ടോ അല്ലെങ്കിൽ ഹൽദി വെച്ചിട്ടോ ഒക്കെ ഇങ്ങനെ തലയിലൂടെ ഒഴിക്കുന്ന ആ പരിപാടികളൊക്കെ ഇപ്പോൾ കുറേ കുറഞ്ഞിട്ടുണ്ട്. ഇതൊരു സെറിമണി ആയിട്ടാണ് നടത്തുന്നത്, ജസ്റ്റ് ഒരു സെറിമണി. പിന്നെ അത് കഴിഞ്ഞിട്ട് പാർട്ടിയൊക്കെ പോലെയാണ് ഇപ്പോൾ എല്ലാവരും ഹൽദി നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊന്നും ചീത്തയാകാനുള്ള സാഹചര്യങ്ങൾ ഇപ്പോൾ അധികം ഇല്ല. നിങ്ങൾ അങ്ങനത്തെ ഒരു ഫംഗ്ഷനൊക്കെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ, അതായത് ഒരുപാട് വെള്ളം തലയിലൂടെ ഒഴിച്ചിട്ടൊക്കെ ഉള്ള ഒരു ഫംഗ്ഷനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ സാധാ സിമ്പിൾ ഹെയർ സ്റ്റൈൽ, നോർമൽ ആക്സസറീസ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ ഇപ്പോഴത്തെ നിങ്ങൾ ഫോട്ടോഗ്രാഫിക്കൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെ ഹെയർ സ്റ്റൈൽസ് ആണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ഔട്ട്ഫിറ്റ് കളർ കോമ്പിനേഷൻസ് ആണ്. നമ്മൾ പണ്ട് ഹൽദി എന്ന് കേട്ടാൽ എല്ലാവരുടെയും മനസ്സിൽ യെല്ലോ 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 മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ യെല്ലോ ഒന്ന് മസ്റ്റാർഡ് യെല്ലോ, ലൈറ്റ് യെല്ലോ, അങ്ങനെ യെല്ലോയിലുള്ള വേരിയേഷൻസ് വരാൻ തുടങ്ങിയെങ്കിലും അതിനുശേഷം ചെറുതായിട്ട് ഒലീവ് ഗ്രീനിലേക്ക്, ചെറുതായിട്ട് മജന്തയിലേക്കൊക്കെ ആളുകൾ മാറി. പക്ഷേ ഹൽദിക്ക് ഇപ്പം അങ്ങനത്തെ യാതൊരു നിബന്ധനകളും ഇല്ല. കൂടാതെ ആളുകൾ കൂടുതലായിട്ട് കളർഫുൾ ആയിട്ടുള്ള അറ്റയർസിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനി ഹൽദി റിലേറ്റഡ് ഔട്ട്ഫിറ്റ്സ് ആണെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ ഒരു കളർ ഫിക്സ് ചെയ്യുക, അതായത് ഗസ്റ്റസിന് ഈ ഒരു കളർ, ബ്രൈഡിന് ഈ ഒരു കളർ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ എല്ലാ കളേഴ്സും വരുന്ന കളർഫുൾ ആയിട്ടുള്ള അറ്റയേഴ്സാണ് ആളുകൾ പ്രിഫർ ചെയ്യുന്നത്. ഈ സിംഗിൾ കളറിൽ തന്നെ ഈ പറഞ്ഞ പോലെ മജന്ത കളറോ പേർപ്പിൾ കളറോ ഒക്കെ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്, ഡാർക്ക് ഗ്രീൻ കളറൊക്കെ കൂടുതലായിട്ട് ആളുകൾ ഉപയോഗിക്കുന്നത്. ഇതേപോലെ കളർഫുൾ ആയിട്ടുള്ള മൾട്ടിപ്പിൾ കളേഴ്സ് വരുന്ന ഫാബ്രിക് പാനൽസോ ലെയേഴ്സോ ഒക്കെ ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലെഹങ്ക, ഗൗൺസ് ഒക്കെയാണ്. ഗസ്റ്റസ് ഒക്കെ യെല്ലോ ആണെങ്കിൽ തന്നെ ബ്രൈഡിന് വേണമെങ്കിൽ ഡിഫറെൻറ്റ് കളർ കോമ്പിനേഷൻസ് ഒക്കെ ട്രൈ ചെയ്യാം. അതിനനുസരിച്ചുള്ള ഡെക്കറേഷൻസ് വേണമെങ്കിൽ ചെയ്യാം. ആ ഒരു രീതിയിലൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പം ഇനി ആ യെല്ലോയിൽ സ്റ്റിക്ക് ചെയ്യാതെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിക്കേണ്ട ഒരു സമയമായിട്ടുണ്ട്. നെക്സ്റ്റ് വന്ന് നോക്കാം. ഹൽദി നമ്മൾ ചിലപ്പോൾ ഗ്ലാസ്സസ് യൂസ് ചെയ്യാറുണ്ട്. ഫോട്ടോയിൽ നല്ല കൂളായിട്ട് കാണാനോ, അല്ലെങ്കിൽ ബ്രൈഡ് അധികവും ഗ്ലാസ്സസ് യൂസ് ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇപ്പോൾ നോർമൽ സൺഗ്ലാസസ് എന്ന് വേറിട്ട് ഡിഫറെൻറ്റ് ഡിസൈനർ സൺഗ്ലാസസ്, അതേപോലെ സ്റ്റേറ്റ്മെൻറ്റ് സൺഗ്ലാസസ് ഒക്കെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് ഭയങ്കര കോസ്റ്റ്ലി ബ്രാൻഡഡ് ആയവളൊന്നുമില്ല. ഇതേപോലെ സിമ്പിളായിട്ടുള്ള അതേപോലെ സിമ്പിൾ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യുന്ന സൺഗ്ലാസസ്, നമുക്ക് അധികം പ്രൈസി അല്ലാത്ത സൺഗ്ലാസസും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ ഔട്ട്ഫിറ്റിന് മാച്ച് ആവുന്ന രീതിയിലുള്ള ഒരു ക്ലാസി സ്റ്റേറ്റ്മെൻറ്റ് സൺഗ്ലാസ് നിങ്ങൾ നിർബന്ധമായിട്ടും പർച്ചേസ് ചെയ്യുക. അപ്പോൾ അത് നമ്മളെ ഫോട്ടോസിലൊക്കെ ഒരു ഡിഫറെൻറ്റ് ലുക്ക് തരികയും ചെയ്യും. നമുക്ക് കുറച്ച് കൂളായിട്ട് നമുക്ക് നമ്മളെ തന്നെ കാണിക്കാൻ പറ്റുന്ന ഒരു സംഭവം. അപ്പോൾ നിങ്ങൾക്ക് ഡിസൈനർ സൺഗ്ലാസസ് ഒന്നും അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ തന്നെ നമുക്ക് നോർമൽ സൺഗ്ലാസസിൽ ബീഡ്സൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടും ചെയ്യാൻ പറ്റും. അല്ലാതെ നമുക്ക് മീഷോയിലൊക്കെ തന്നെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് സൺഗ്ലാസസ് ഒക്കെ മേടിക്കാൻ കുറച്ച് പൈസ കുറഞ്ഞിട്ട് കിട്ടും. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം. അപ്പോൾ ഇത്രയാണ് ഇപ്പോഴത്തെ ഹൽദി ട്രെൻഡ്സ് വരുന്നത്. നിങ്ങൾ മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ഹൽദി ഫംഗ്ഷൻ വരുന്നുണ്ടെങ്കിൽ അവർക്കൂടെ ഒന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക, വീഡിയോ ഷെയർ ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ, താങ്ക്